ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇതൊരു എന്താ പറയുക, ഒരു സെൽഫ് പാമ്പറിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന അത്രയും വേറെ ആരും ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കില്ല. അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ തോന്നിയൊരു ദിവസമാണ് കേട്ടോ. പലപ്പോഴും ഞാനിത് ചെയ്യാറില്ല, കുറച്ച് നാളായിട്ട് ഞാൻ ഒട്ടും ചെയ്യാറില്ല. എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടും മറ്റുള്ള തിരക്കുകൾ കൊണ്ടൊക്കെ എനിക്ക് കഴിയാത്ത ഒരു കാര്യമാണിത്. പക്ഷേ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്ക് വേണ്ടി എന്തുകൊണ്ട് എനിക്ക് സമയം കളഞ്ഞുകൂടാന്ന്. അങ്ങനെ തോന്നിയൊരു ദിവസമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ കറ്റാർവാഴ എടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആകെ ഹെയറിൽ ചെയ്യാറുള്ള ഒരു കാര്യം കറ്റാർവാഴ തേക്കുക, വല്ലപ്പോഴും ഓയിൽ മസാജൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പാക്ക് ഉണ്ടാക്കാം. വീട്ടിൽ കറ്റാർവാഴ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മ നട്ടുപിടിപ്പിച്ച, എൻ്റെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച, ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതിന് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായപ്പോൾ മാറ്റി മാറ്റി നട്ടുപിടിപ്പിച്ചതാണ്. ഇതങ്ങനെ നിൽക്കാൻ തന്നെ കാരണം എന്താണെന്ന് അറിയോ? ഞാനിത് യൂസ് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര അധികം ഇവിടെ നിൽക്കുന്നത്. എനിക്ക് 3-4 ചുവട് കറ്റാർവാഴ ഉണ്ട് കേട്ടോ. ഇത് കറ്റാർവാഴ എടുത്തിട്ട് അതിനകത്തൊരു യെല്ലോ കറയുണ്ട്, അത് നന്നായിട്ട് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് വേണം എടുക്കുക, അല്ലെങ്കിൽ ചൊറിയും. നമുക്ക് ഇതിൻ്റെ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മളത് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെത്തിയെടുക്കാൻ. ഈ മുള്ളാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൊള്ളൂ കേട്ടോ. അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാം. ഒരു ചുവട് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കിട്ടും. എന്നിട്ട് ഞാനിങ്ങനെ പീസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പൾപ്പ് മാത്രം എടുത്തിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത്. അത് മുഴുവൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതിനകത്തോട്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലെന്ന് ഇതൊന്നും ചെയ്യാൻ, നമുക്ക് സുഖമായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റും. കുറച്ച് സമയം മതി. അതൊക്കെ നമുക്ക് തരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, തള്ളയിൽ വട്ട് പിടിച്ച് ചൂട് വെച്ചിരിക്കുന്ന തളം വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു സുഖം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും നമ്മുടെ തലയ്ക്ക്. തളം വെക്കാൻ വേറെ എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. നെല്ലിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ഇന്ന് ഞാൻ കറ്റാർവാഴ എടുത്തേ ഉള്ളൂ. അങ്ങനെയും ചെയ്യാലോ. പിന്നെ ഇതുണ്ടോ, ഇതിങ്ങനെ ചെത്തിപ്പറക്കിയൊക്കെ എടുക്കാൻ ഒരു ചെറിയ ഈ വഴുവഴുപ്പ് എന്താ പറയുക, കയ്യിലിങ്ങനെ വഴുതി പോകും. എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒത്തിരി വേണമെന്നൊന്നുമില്ല, കുറച്ചായാലും മതി. നമ്മുടെ തലയിൽ മാത്രം മസാജ് ചെയ്ത് ഹെയറിലോട്ട് താഴോട്ട് തേച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിനകത്തോട്ട് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. കുലുക്കിയിട്ടൊന്നും വരുന്നില്ല, എന്തൊരു കട്ടി പിടിച്ച മുട്ട പോലെ ആയല്ലോ നോക്കി. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കുലുക്കിയും ഞെക്കി പീച്ചിയൊക്കെ അതിനകത്തുനിന്ന് അതിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര ഇട്ടിട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറെ മുട്ട പൊട്ടിച്ച് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറെ പൊട്ടിച്ചാലും നമ്മൾ ഇത് തന്നെയാണല്ലോ യൂസ് ചെയ്യുക. അപ്പം ഞാൻ അത് തന്നെ ഒരുവിധം കുലുക്കി പറക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വൈറ്റ്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു വൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുട്ടയുടെ വെള്ളം അടിക്കുമ്പോഴും അതൊരു വൈറ്റ് കളറാവില്ലേ, അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, അത് വേറെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് തേക്കുക. ഞാൻ എപ്പോഴും എന്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താലും കുറച്ച് ഓയിൽ ചേർക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെറുതായിട്ടൊരു ഓയിൽ കൊടുത്തിട്ട്, ഒത്തിരി ഓയിൽ വേണ്ട, അപ്പം ഇത് പിടിക്കാതെ വരും. ചെറുതായിട്ട് ഒരു ഫ്യൂ ഡ്രോപ്സ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഈ കറ്റാർവാഴ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്, സ്ഥിരമായിട്ട് യൂസ് ചെയ്ത സമയത്തെന്ന് പറയാൻ പറ്റില്ല, അതായത് ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി 1 or 2 ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഡാൻഡ്രഫ് ആണെങ്കിലും മുടി കൊഴിയുന്നതാണെങ്കിലും ഒക്കെ നന്നായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് തന്നെ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ ട്രൈ ചെയ്യാനുള്ളൊരു മടിയും പേടിയും ഉണ്ട്. കാരണം കുറച്ച് നാളായിട്ട് എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മാറ്റാനും ഒരു പേടിയാണ്. വേറെ എന്തെങ്കിലും തേച്ചിട്ട് ഇനി ഒത്തിരി മുടി കൊഴിഞ്ഞാലോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആളാട്ടോ. എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറയും, ഈ കുട്ടിക്ക് നല്ല മുടിയുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഇപ്പം എന്നെ കളിയാക്കി പറയും. എൻ്റെ മുടി പോയി. പിന്നെ ഞാൻ കുറച്ച് കെരാറ്റിനൊക്കെ ചെയ്ത്, കെരാറ്റിൻ തെറാപ്പിയൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി ഇട്ടപ്പം ചാച്ചനൊന്നും ഇഷ്ടമല്ല. പണ്ടത്തെ മുടിയായിരുന്നു അവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, മുടി കണ്ടിട്ട് കെട്ടിയത്, ഇപ്പം മുടിയില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് കേട്ടോ. പക്ഷേ
ഇപ്പോഴും ആവശ്യത്തിനൊക്കെ മുടിയുണ്ട്. അത്രയും കട്ടിയുള്ളത് കൊണ്ടായിരിക്കും പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയിട്ടാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഇത്രയെങ്കിലും ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ, ഞാനിങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ 2 വശത്തും മുടിയൊക്കെ പിന്നിയിട്ടിട്ടല്ലേ, എൻ്റെയൊക്കെ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. മുടിയൊക്കെ 2 വശത്തും പിന്നി കെട്ടിയായിരുന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ കയറ്റില്ല. ആ സമയത്ത് എനിക്ക് മുടി ഇഷ്ടമല്ലായിരുന്നു. അപ്പം അച്ഛൻ വഴക്ക് പറയും, മുടി പോയി കഴിയുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന്. ഇപ്പം എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്താണേലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ഫേസ് പാക്കും കൂടെ ആകാമെന്ന് വിചാരിച്ചു. ഞാൻ മുഖത്താണെങ്കിലും അധികം ഒന്നും വാരിത്തേക്കാത്ത ആളാണ്. കാരണം എനിക്കതൊന്നും തേക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, തേക്കാൻ പറ്റില്ല. ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ ഫേസ്. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ 1-2 പാക്കുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിലൊന്നാണ് കേട്ടോ ഇത്. കടലമാവും അതിനകത്ത് കുറച്ച് തേനും കാപ്പിപ്പൊടിയും പിന്നെന്താ അത്രേ ചേർക്കാറുള്ളൂ. ഇടയ്ക്ക് ഞാൻ കേടൊക്കെ ചേർക്കാറുണ്ട്. വേറൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇതെല്ലാം കൂടെ സാധാരണ എല്ലാവരും ബ്രഷൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടല്ലേ തേക്കാറ്. ഞാൻ കണ്ടോ കൈ കൊണ്ട് അടിച്ച് വാരി മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ ഈ ഒരു പാക്ക് എനിക്ക് ഇച്ചിരി ടാനൊക്കെ മാറി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു സാധനം തേക്കാറുണ്ട്. എന്തത്, ഈ കറ്റാർവാഴ തന്നെ നമ്മൾ ഹെയറിൽ തേക്കുന്നതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ മുഖത്തും തേക്കാറുണ്ട്. അതെനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറ്റാർവാഴ നമുക്ക് ഫേസിന്, സ്കിന്നിനും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എല്ലാവർക്കും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുണ്ട് ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലുള്ളതല്ലേ. അപ്പം എന്താണെങ്കിലും കേട്ടോ, ഞാൻ വാരി പൊത്തുന്നുണ്ട്, ഉള്ളത് മൊത്തം തേച്ച് ുന്നുണ്ട്. സാധാരണ ചെയ്യുന്നില്ല ബ്രഷൊക്കെ വെച്ച്, അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അത്ര ക്ഷമയില്ല. ഞാനെല്ലാം കൂടെ കയ്യിൽ അളിച്ച് വാരി മുഖത്ത് തേച്ച് പിടിപ്പിക്കാറാണ് ചെയ്യാറ്. ഇപ്പൊ എന്താണ് വേണമെന്ന് അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ എന്ത് സാധനം തേച്ചാലും നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. രണ്ടും 2 കളറാവില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ശരിയായിരിക്കും. നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണല്ലോ നമ്മുടെ കഴുത്തിന്റെ ഭാഗം. അപ്പൊ അവിടെയും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ അത്രയും കൂടെ എഫക്റ്റ് ചെയ്യുമല്ലോ. നോക്കിക്കാൻ എൻ്റെ കോലം വളരെ മനോഹരമായിട്ടില്ലേ? അടിപൊളി. കുളിയൊക്കെ കഴിഞ്ഞത് നല്ല സുന്ദരിയായി. നോക്കിക്കേ, രസല്ലേ? ഇപ്പൊ മുടി ഇങ്ങനെ ഇങ്ങനെ കൂടി പിടിച്ച് കിടക്കുന്നുണ്ട്. നനവുള്ളത് കൊണ്ട് അങ്ങനെയല്ലേ മുടി കിടക്കുള്ളൂ കുളിച്ച് കഴിയുമ്പോൾ. ഇനി ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. കറ്റാർവാഴയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഷൈനി ആയിട്ട് അങ്ങനെയൊക്കെ കിടക്കുന്നതിൽ എനിക്ക് തോന്നാറുണ്ട്. എന്താണെങ്കിലും കുളിച്ചു, എന്നാ പിന്നെ ഒന്ന് കണ്ണൊക്കെ എഴുതിയേക്കാന്ന് വിചാരിച്ച് ഇച്ചിരി കൺമഷി എടുത്ത് കണ്ണിലൊക്കെ എഴുതി. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അതിലേക്കൂടെ ലാലാപാടി നടന്നു. പിന്നെ ഒരു ചായ കുടിച്ചു. അമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സുഖമായിട്ട് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായി സെറ്റായിട്ട് അതിലൊക്കെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് വലിയ പണികളൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അമ്മ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആകെയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുക, അതിലേക്കൂടെ ലാലാപാടി നടക്കുക, അത് മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ നനച്ച് കുറേ നേരം പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.